ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ രാവിലെ തന്നെ ആച്ചും മൈമനും അമലൊക്കെ ഇതാ ഓൺലൈൻ ക്ലാസ്സിന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എത്രയും വേഗം യുദ്ധം മഴയുടെ ബുദ്ധിമുട്ടൊക്കെ മാറി നമുക്ക് പതിവ് പോലെ ഓഫ്ലൈൻ ക്ലാസ്സും പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കൊക്കെ ഒരു മനസ്സമാധാനമുള്ള ജീവിതം ഉണ്ടാവട്ടെ. അപ്പോൾ അവർ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവർ രാവിലെ തന്നെ 7:20 ക്ലാസ് കൊടുത്ത ക്ലാസ്സിന് റെഡി ആയിട്ടിരുന്നിട്ടുണ്ട്. അതാ ഇന്നലത്തെ മഴയിൽ നമ്മളെ വീട്ടിൽ നന്നായിട്ട് വെള്ളം ചോർന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വീടിൻ്റെ മേലെയുള്ള മാവിൻ്റെ ഇല വീണിട്ട് മുകളിലൊക്കെ വെള്ളം ഒലിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഇതാ ഇങ്ങനെ ചോർച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചോർച്ചെടുക്കുന്നുണ്ട്. നേരം വെളുത്തപ്പോൾ ഈ റൂമൊക്കെ ഭാരതപ്പുഴ പോലെ ആയിരുന്നു. അതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ആച്ചും കാക്കും കൂടിയും നെസ്റ്റോക്ക് പോകാം. എല്ലാ വ്യാഴാഴ്ചയാണ് നെസ്റ്റോക്ക് പോകാറ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ്. ആച്ചു ഇതാ വീട്ടിൽ നിന്ന് കുറച്ച് മുട്ടായിയൊക്കെ എടുത്ത് പോക്കറ്റിലിട്ടിട്ടാണ് നെസ്റ്റോക്ക് പോകാൻ നിൽക്കുന്നത്. പോണ വഴിയിൽ ഇതാ എത്രങ്ങാനും കാറുകളൊക്കെയാണ്, ഒരുപാട് കാറുകളൊക്കെ ഇതാ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആച്ചു ഇതാ നേരത്തെ കാലത്ത് ഇറങ്ങി ട്രോളി ഉന്തി നെസ്റ്റോക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ മുകളിലെത്തിയപ്പോൾ മുപ്പത്തേര് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ട്രോളിയിൽ ഇതാ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അവൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ആദ്യം തന്നെ ഞാൻ വരുന്നതിൻ്റെ മുന്നേ അതിൽ വാരിയിട്ടിട്ടുണ്ടാവും കേട്ടോ. നൂഡിൽസ് എടുക്കേണ്ട അച്ചു എന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് ചിരിളിച്ച് കാട്ടിയിട്ട് പിന്നെയും അതിൽ പോയി. അങ്ങനെ ട്രോളി ഞാൻ വലിച്ച് വാങ്ങി ഞാൻ പർച്ചേസിങ് കൊടുത്തിട്ടാണ്. അപ്പം അച്ചുവിനെ കാണാനില്ല. അപ്പം അച്ചുവിന് വേണ്ട ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോടെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ നിൽക്കണം കേട്ടോ. ഞാനും അച്ചുവും ഞങ്ങൾക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട പർച്ചേസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാക്ക ഷോപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കാക്ക ഫുഡ് ഐറ്റംസൊക്കെ കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോരുമ്പോൾ ഞാൻ കാക്കാട് പറഞ്ഞു എനിക്ക് മിച്ചർ വേണമെന്ന്. അപ്പം മില്ലിൻ്റെ അവിടെ നിർത്തിയിട്ട് എനിക്ക് കുറച്ച് മിച്ചർ വാങ്ങിച്ചു തന്നിട്ടാണ്. മഴ പെയ്യുമ്പോൾ ഈ നല്ല എരിവുള്ള മിച്ചർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അത് ആച്ചു ബാക്കി വെച്ച ഫുഡ് ഐറ്റം ഞാനും കഴിച്ചിട്ടാണ്. മഴ വീണ്ടും വരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. റോഡിലൊക്കെ നിറച്ച് വെള്ളമാണ്. ബൽദിയുടെ വണ്ടി വന്ന് വലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ അയിമ നന്നായിട്ട് ചിത്രമൊക്കെ വരച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ കറക്റ്റ് ഈവനിങ് 3 മണിയായപ്പോൾ മഴ പെയ്തിട്ടാണ്. വാക്ക് പറഞ്ഞാൽ വാക്കാന്നുള്ള രീതിയിൽ എപ്പോഴാണ് കറക്റ്റ് നമുക്കൊന്ന് വെതർ റിപ്പോർട്ട് അനുസരിച്ച് മഴ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല മഴ. ഒരു കുളം വെള്ളം എന്ന് പറഞ്ഞ പോലെ അത്രയും വെള്ളമാണ് വീണിട്ട. ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എന്നുള്ള ഒരു കുളം വെള്ളം. അപ്പം ഞാനതാ ഒരു കട്ടൻ ചായയും നല്ല എരിവുള്ള മിച്ചറും കഴിക്കാട്ടോ. അച്ഛൻ മൈമിനിതാ ഞങ്ങൾ മഴത്തേക്ക് ഇറങ്ങിയിട്ടേന്നും ചൊറിച്ച് വാശി പിടിച്ചുകൊണ്ട് നിൽക്കാട്ടോ. അങ്ങനെ അവരിതാ മഴത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ മാറി ഒന്ന് വെയിലറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെയിലറിച്ച തക്കം നോക്കിയിട്ട് കാക്കും അമ്മയും കൂടിയും നമ്മളെ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ആ മാവിൻ്റെ ആ കൊമ്പ് വെട്ടി കളയാമെന്ന് വിചാരിച്ച് കയറിയതാട്ടോ. അപ്പോൾ പിന്നാലെ അച്ചു അയ്മനും കയറിയിട്ടുണ്ട്. അപ്പോൾ മാവാണ് ഈ കാണുന്നത്. നന്നായിട്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാവിൻ്റെ കൊമ്പ് ഒരുപാട് പോകാന്നുള്ളത് കൊണ്ടായിരിക്കും മാങ്ങ കുറച്ചധികം തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാങ്ങ ഒക്കെ പൊട്ടിച്ചിട്ട് താഴേക്കിടുകയാണ് കേട്ടോ കാക്കും അമ്മയും.